സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് കട്ടായിട്ടുണ്ട്. ആ പ്രോബ്ലം പാർട്ട് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇവിടെ ഇത് ദ സിലിക്കൺ ട്രാൻസിസ്റ്റർ ഇൻ ദ കോമൺ എമിറ്റർ ബയാസ് സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഹാസ് എ ബീറ്റ ഓഫ് 100 ഫൈൻഡ് ദ ബയാസ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് അനാലിസിസ് 2 ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പും, സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൂപ്പും. 2 ലൂപ്പിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഫസ്റ്റ് ലൂപ്പിന് നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ VCC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് IB RB ആണ്. പിന്നെ അടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് VBE എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇതിന് VCC മൈനസ് VBE ദാറ്റ് വിൽ ബി ഈക്വൽ ടു IB ഇൻറ്റു RB. സോ IB വിൽ ബി ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. VCC മൈനസ് VBE ഡിവൈഡ് ബൈ IB അല്ല RB എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. VBE സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞത് VBE നമുക്ക് മെൻഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IB is equal 2 minus 0.7 divided by 370, 1.3 divided by 370 into 10 raised to minus 3. കിലോ ഓം എന്ന് പറയുമ്പോൾ 10 raised to plus 3 ആണ്. ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10 raised to minus 3 ആവും. അതിന് ആൻസർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 30.5 into 10 raised to minus 6 ആംപിയർ കിട്ടും. -6 ആംപിയർ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോ ആംപിയർ 30.5 മൈക്രോ ആംപിയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ IB പാർട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അടുത്ത ബയാസിങ് പോയിൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബയാസിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സീറോ സിഗ്നൽ IC ആൻഡ് VC വാല്യൂ ആണ്. സോ നെക്സ്റ്റ് വി ക്യാൻ സീ ദ വാല്യൂ ഓഫ് IC. IC ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB ആണ്. ബീറ്റ ഓൾറെഡി ഗിവൺ ആണ് 100 into 30.5 micro ampere. So it is 30.5 into 10 raised to minus 6 into 100. So you can multiply this, that is 30.5 into 10 raised to minus 4 എന്ന് കിട്ടും. So you can write it as 3.05 into 10 raised to minus 3. 3.05 into 10 raised to minus 3. ഓക്കെ, അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.05 മില്ലി ആംപിയർ വരും. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10 raised to minus 3 ആംപിയർ. ദെൻ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VCE നമ്മൾ കാണണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ലൂപ്പിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ VCC ഈസ് ഈക്വൽ ടു IC RC ദെൻ പ്ലസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. സോ VCC മൈനസ് VCE ഈസ് ഈക്വൽ ടു IC RC. സോ VCE suppose we have to find out, it is VCC minus ICRC എന്ന് എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മൈനസ് 3.05 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു this resistance is the value is 2K. So you can multiply here, it is 2 into 10 raised to 3. So the value becomes 5.9 volt. So the operating point you can represent it as 5.9 volt, 3.05 milliampere. So you can do the problems like this for this part. So if you have mentioned base resistor method, you have to draw the circuits like this only. That is one resistor in the RC collector part and one resistor in the base part, and there is no need of further resistors anywhere. So this is the base resistor circuit. So first of all you have to draw. If in the problem it is mentioned that if it is a base resistor biasing method, you have to draw the circuit like this. Sometimes the figure will not be given. In that case you have to indicate the values in the figure. First of all you draw the corresponding diagram using the same circuit. Then using the loop equations you can solve the find out the values of different parameters in the circuit. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ സർക്യൂട്ട് ആദ്യം തന്നെ നിങ്ങൾ സർക്യൂട്ട് വരയ്ക്കുക. ഈ ഒരു സർക്യൂട്ടാണ് നമുക്ക് ബേസ് റെസിസ്റ്റർ കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡിൽ വരുന്നത്. അതായത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു സപ്ലൈ നമ്മൾ RC എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്, സെക്കൻഡ് റെസിസ്റ്റർ RB നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കളക്ടറിന്ന് ബേസിലേക്കാണ്. നേരത്തെ കേസിലാണെങ്കിൽ അത് ഡയറക്റ്റ് VCCന്ന് ബേസിലേക്കായിരുന്നു. അതിന് പകരം ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് കളക്ടറിന്ന് ബേസിലേക്കാണ് വരച്ചിരിക്കുന്നത്. നേരത്തെ സർക്യൂട്ടിൽ ഇങ്ങനെയായിരുന്നു, ഈ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഡയറക്റ്റ് നമ്മൾ ബേസിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ബേസ് കളക്ടർ ഫീഡ്ബാക്ക് കളക്ടറിന് വരുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വോൾട്ടേജ് കറണ്ടൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ വോൾട്ടേജ് VCC. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കറണ്ട്, ഇപ്പോൾ ഇവിടെ കളക്ടറിൻ്റെ ടെർമിനലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഈ ടെർമിനലിൽ വരുന്ന കറണ്ടിനെയാണ് നമ്മൾ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് ഇവിടെ ബേസ് കറണ്ട് വരും, ഇവിടെ എമിറ്റർ കറണ്ട് വരും. അപ്പോൾ ഈ 3 കറണ്ട് ഇവിടെ കിട്ടണമെങ്കിൽ നമുക്കുള്ള എയിം എങ്ങനെയായിരിക്കും? ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ബേസ് കറണ്ട് വരുന്നത് ഇവിടുന്ന് ഈ ഒരു ജംഗ്ഷനിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് IC എന്ന് പറയുന്നതും IB എന്ന് പറയുന്നതും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ RC എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ ഈ IC പ്ലസ് IBൻ്റെ അത്രയും കറണ്ട് ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ കറണ്ട് RCയിലൂടെ IC പ്ലസ് IB ഉണ്ട്, കളക്ടർ ടെർമിനലിലൂടെ IC, RBയിലൂടെ IB, ദെൻ എമിറ്റർ ടെർമിനലിലൂടെ IE എന്ന് പറയുന്ന കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലൂപ്പ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഡയറക്റ്റ് ഒരു ലൂപ്പ്, അതായത് കളക്ടർ, ദെൻ കളക്ടർ റെസിസ്റ്റർ, സപ്ലൈ കളക്ടർ റെസിസ്റ്റർ, ദെൻ കളക്ടർ, ദെൻ എമിറ്റർ എന്ന് പറയുന്ന ഒരു ലൂപ്പ്. രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം, ഈ ഒരു ലൂപ്പും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഇക്വേഷൻ എഴുതുന്നത് നമ്മൾ ഈ ഒരു ലൂപ്പാണ് എടുക്കുന്നത്. ഈ ഒരു ലൂപ്പിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ VCC ഈസ് ഈക്വൽ ടു ഈ ഒരു ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൂപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ആക്ച്വലി ഇവിടെ IC RC എന്നല്ല വരേണ്ടത്, IC പ്ലസ് IB ഇൻറ്റു RC എന്ന് ആണ് ആക്ച്വലി വരേണ്ടത്. ഇക്വേഷൻ ആക്ച്വലി വരേണ്ടത് IC ഇൻറ്റു RC പ്ലസ് RB ആണ്. അതിൽ നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ IC പ്ലസ് IB അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷൻ നടത്തുമ്പോഴും നമുക്ക് ആദ്യത്തെ പാർട്ട് IC RC കിട്ടും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB കൂടെ ഇവിടെ വരുന്ന കറണ്ട് IBയും റെസിസ്റ്റർ RB ആണ്. അപ്പോൾ IB RB പ്ലസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് VB എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഈ ഒരു ചെറിയൊരു അസംഷൻ ഉണ്ട് അവിടെ, VCC ഈസ് ഈക്വൽ ടു IC ഇൻറ്റു RC പ്ലസ് IB ഇൻറ്റു RB പ്ലസ് VB എന്ന് എഴുതാം. ഇനി അതിന് പകരം നിങ്ങൾ IC പ്ലസ് IB എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇക്വേഷൻ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, അത്ര ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എക്സ്പ്രഷൻ ഫോർ RB ആണ്. ഞാൻ പറഞ്ഞു ബയാസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് RCയുടെ വാല്യൂ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, VCC മൈനസ് നമുക്ക് VBE ദെൻ മൈനസ് IC RC എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു IB ഇൻറ്റു RB ആയിരിക്കും. സോ RB വിൽ ബി ഈക്വൽ ടു VCC മൈനസ് VCB മൈനസ് IC RC ഡിവൈഡഡ് ബൈ IB എന്ന് കിട്ടും. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് IBൻ്റെ വാല്യൂ ആണ് അറിയുന്നതെങ്കിൽ നമ്മൾ ICക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ബീറ്റ ടൈംസ് IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ RB വിൽ ബി ഈക്വൽ ടു VCC മൈനസ് VBE മൈനസ് ബീറ്റ ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ IB എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും നമുക്ക്. സോ ഫസ്റ്റ് പാർട്ട് RB എന്നുള്ള റെസിസ്റ്ററിൻ്റെ ഇവാലുവേഷൻ ഈസ് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ RBൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേറൊരു ലൂപ്പും കൂടെ കൺസിഡർ ചെയ്യാം. സപ്പോസ് നമ്മൾ ഈ ഒരു ലൂപ്പ് മാത്രം എടുക്കുകയാണെന്ന് സപ്പോസ് ചെയ്യാം. ഈ ഒരു ലൂപ്പ് VCE എന്ന് പറയുന്ന വോൾട്ടേജാണ്, ഇവിടെ കളക്ടർ ടെർമിനലാണ്, ഇവിടെ എമിറ്റർ ടെർമിനലാണ്. ഈ വോൾട്ടേജ് VCE എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ VCEക്ക് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ VCE വിൽ ബി ഈക്വൽ ടു VBE. ഈ ഒരു ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ വന്നിട്ട്, അതായത് VCE എന്ന് പറയുന്ന വോൾട്ടേജ് RBൻ്റെയും VBൻ്റെയും അക്രോസ് ഡിവൈഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് VBE പ്ലസ് VCB. സോ VCB എന്ന് ഉദ്ദേശിക്കുന്നത് IB RBനാണ്. IB RB ഈസ് ഈക്വൽ ടു VCC മൈനസ് VBE. സോ ദിസ് വിൽ ബി ഈക്വൽ ടു RB ഈസ് ഈക്വൽ ടു VCC ഡിവൈഡഡ് ബൈ IB. സോ VCE മൈനസ് VBE ഡിവൈഡഡ് ബൈ IB. No need to by heart all these equations. You can take the circuits containing a voltage source and the voltage is getting divided between different components of the circuit. So you can obtain the value of RB like this from this equation. That is another method for finding the value of RB here. So ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമ്മൾ എഴുതിയ VCC ഈക്വൽ ടു IC RC പ്ലസ് IB RB പ്ലസ് VB എന്നുള്ള ഇക്വേഷനിൽ IC ആൻഡ് IB ആർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ദ വാല്യൂ വിൽ ബി ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 എന്നുള്ള ഒരു കേസ് നമുക്ക് കിട്ടും. അത് അത്ര ഒരു അതിൻ്റെ ഡെറിവേഷൻ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ആണ്. അപ്പോൾ ഇറ്റ് വിൽ പ്രൊവൈഡ് കമ്പയർഡ് ടു ദ ബേസ് റെസിസ്റ്റർ മെത്തേഡ്, ഈ കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ് നമുക്ക് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇത് നമുക്ക് നെക്സ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് IC/VC വാല്യൂ ഡിറ്റർമിൻ ചെയ്യുകയാണ്. IC/VC വാല്യൂ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ലൂപ്പ് ഷുഡ് കണ്ടെയ്ൻ IC ആൻഡ് VCE. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ VCC = ICRC. നമ്മൾ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ എടുത്ത ഇക്വേഷനാണ് IBRB + VBE എന്ന് എഴുതാൻ പറ്റും. അതിൽ നമ്മൾ VCC - VBE എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ICRC + IBRB. ഇനി രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, IC = ബീറ്റ ടൈംസ് IB കൊടുക്കുന്നു, അല്ലെങ്കിൽ IB = IC / ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ICRC + IC/β × RB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ IC × RC + RB / ബീറ്റ എന്ന് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ IC വിൽ ബി ഈക്വൽ ടു IC = VCC - VBE divided by RC + RB divided by beta. That is the expression for IC. Now once IC is obtained, VCE will be equal to VCC minus ICRC in this circuit. So this is a method to find out the operating point in this case. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വോൾട്ടേജ് ഡിവിഷൻ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു 2 റെസിസ്റ്റർ വെച്ചിട്ട് നമ്മളൊരു സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വോൾട്ടേജ് V1 പ്ലസ് ഇത് V2 ആണെങ്കിൽ V = നമുക്ക് എന്ത് എഴുതാൻ പറ്റും, V1 + V2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ സീരീസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിലൂടെ വരുന്ന കറണ്ട് സെയിം ആണ്. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I × R1 കിട്ടും. സെക്കൻഡ് വണ്ണിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I × R2 എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ അതുപോലെ വോൾട്ടേജ് ഓരോന്നിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് വാല്യൂ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി ആ സർക്യൂട്ട് കുറച്ചും കൂടെ സപ്പോസ് ഈ ഒരു മോഡലാണെങ്കിൽ സപ്പോസ് ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ട്, ദെൻ ഒരു റെസിസ്റ്റർ ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് വയ്ക്കുക. ഈ ഡിവൈസ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു, V എന്ന് പറയുന്നൊരു വോൾട്ടേജ്, ഇതൊരു റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ ഇത് സീരീസ് ആയതുകൊണ്ട് രണ്ടിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോട്ടൽ വോൾട്ടേജിന് I × R പ്ലസ് ഇപ്പോൾ ഈ ഒരു സോഴ്സിന് ഇത് S എന്ന് നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് വോൾട്ടേജ് എസിന് അക്രോസ് വരുന്ന സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ത്രൂ ഔട്ട് ദിസ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഓർമ്മയില്ലാത്തവർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. ഒരു റെസിസ്റ്റർ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബയാസിങ്ങിന് വേണ്ടിയിട്ട് ഒരു RB എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദെൻ സം സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ്സ് സം സ്റ്റെബിലൈസേഷൻ കമ്പയർഡ് ടു ദ ബേസ് റെസിസ്റ്റർ മെത്തേഡ് എന്ന് പറയാൻ പറ്റും നമുക്ക്. സോ ഈ ഒരു സർക്യൂട്ടിൻ്റെ അനാലിസിസിൽ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം വൺസ് നമ്മൾ പറയുകയാണ് വെൻ ഒരു IC ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ IC ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC, അതിൻ്റെ വോൾട്ടേജ് RCൻ്റെ അക്രോസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും, ICRC ഇൻക്രീസ് ചെയ്യും. ICRC ഇൻക്രീസ് ചെയ്യുമ്പം VCC ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക് എന്ത് കുറയണം, ICRCയും VCEയും കൂടെ കൂടിയാലാണ് നമുക്ക് VCC കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി VCE ഡിക്രീസ് ചെയ്യും. VCE ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം VCB എന്ന് പറയുന്ന വോൾട്ടേജും VCE എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് കളക്ടർ ബേസിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജും അതുപോലെ ബേസ് എമിറ്റർ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഈ VCE എന്ന് പറയുന്ന വോൾട്ടേജ് കുറയുമ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്ന ആ പാർട്ടിലും വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയുമുണ്ട്. അപ്പോൾ VCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VBE + VCB ആണ്. അപ്പോൾ VBE ഫിക്സ്ഡ് ആണ്, VCB കുറഞ്ഞു. സോ ലെസർ വോൾട്ടേജ് ഈസ് അവൈലബിൾ അക്രോസ് RB. ഇവിടെ VCB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB × RB ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ വോൾട്ടേജിൻ്റെ ഇടയ്ക്ക് ഈ RBൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് കുറഞ്ഞു. RBൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് കുറയുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, IB കുറഞ്ഞു എന്നാണ്. ദിസ് മീൻസ് IB ഡിക്രീസസ്. സ്മോളർ IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്ത് ചെയ്യും, IC വിൽ ബി ഈക്വൽ ടു ബീറ്റ ടൈംസ് IB ആണ്. ഓട്ടോമാറ്റിക്കലി IB കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി എന്തും കുറയും, IC. സോ വൺസ് IC ടെൻസ് ടു ഇൻക്രീസ്, ഓട്ടോമാറ്റിക്കലി ദ സർക്യൂട്ട് ഡിക്രീസസ് IB സോ ദാറ്റ് അഗെയിൻ ഇറ്റ് ലീഡ്സ് ടു ദ ഡിക്രീസിങ് ഓഫ് IC. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഇതിൻ്റെ ബയാസിങ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ സർക്യൂട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് പ്രൊവൈഡ് ഗുഡ് സ്റ്റെബിലൈസേഷൻ ബിക്കോസ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഫെയർലി ഹൈ ബട്ട് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി ബേസ് റെസിസ്റ്റർ മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ദെർഫോർ ദർ ഇസ് എ ചാൻസ് ഓഫ് ഷിഫ്റ്റ് ഇൻ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻ. അതുപോലെ സർക്യൂട്ടിൽ ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അതായത് നമുക്കിവിടെ ഈ ഒരു കളക്ടറിൽ നിന്നാണ് നമ്മൾ
ബേസിലേക്ക് എന്ത് കൊടുത്തിട്ടുള്ളത്, റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു സർക്യൂട്ടിനൊരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും. നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സർക്യൂട്ടിൽ എപ്പോഴും ഒരു ഡിക്രീസ് ഓഫ് ഗെയിൻ, എപ്പോഴും നമ്മൾ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് ഹൈ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു മെക്കാനിസം യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റും നമുക്ക്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി സിഗ്നൽ കളക്ടർ കറന്റ് ഇൻക്രീസസ്. This will cause a greater voltage drop across RC. This leads to a reduction in VCB and a lesser voltage will appear across RB. This will reduce the base current and hence the collector current. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള അത് തന്നെ. അതായത് നമ്മളിപ്പോൾ സിഗ്നൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഒരു ബയാസിങ്ങിൻ്റെ ഐസിൻ്റെ വാല്യൂവിനേക്കാളും കൂടും. ബയാസിങ്ങിൻ്റെ ഐ സി വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ നേരത്തെ കണ്ടു IB വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. IB വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, കളക്ടർ കറണ്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ കളക്ടർ കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഗെയിന് ബാധിക്കും. അപ്പോൾ ഗെയിന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ സർക്യൂട്ടിൽ 2 ഡിസഡ്വാൻറ്റേജ് പറയുന്നത് പ്യുവർ സ്റ്റെബിലിറ്റി ആണ്. അതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ബിക്കോസ് ഓഫ് ദി നെഗറ്റീവ് ഫീഡ്ബാക്ക് ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിക്രീസ് ഓഫ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഡ്രോ ദി സർക്യൂട്ട്. ഇപ്പോൾ VCC 20 വോൾട്ട് ആണ്. ദെൻ ഒരു റെസിസ്റ്റർ, ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ് ഇവിടെ RB 100K ആണ്. 1K RC ആണ്. ബീറ്റ തന്നിട്ടുണ്ട്, അത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ്. ഫിഗർ ഷോൺ ബിലോ ഷോസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ ബയാസ്ഡ് ബൈ കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ്. ഇതിലും ഫിഗർ തരാതെ ചിലപ്പം ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് പറയാറുണ്ട് പ്രോബ്ലത്തിൽ. അപ്പം സർക്യൂട്ടിനെ പറ്റിയിട്ട് ഐഡിയ വേണം. ഡിറ്റർമിൻ ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഗിവൺ ബീറ്റ ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്ന പാരാമീറ്റേഴ്സ് എഴുതി. VCC 20 ആണ്, RC 1K ആണ്, RB 100K ആണ്, VBE സിലിക്കൺ ആയതുകൊണ്ട് 0.7 ആണ്. ഇനി നമ്മൾ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ എഴുതാണ്. എപ്പോഴും ഈ ഇക്വേഷനിൽ നമ്മൾ ആ ഒരു അസംഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. കാരണം സൊല്യൂഷന് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. IBയുടെ വാല്യൂ ഇതിന് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. IB വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ആംബിയറിൻ്റെ ഓർഡറിൽ വരുന്ന ഒരു വാല്യൂ ആണ്. സോ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ വരുന്ന ഈ ലൂപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും VCC ഈക്വൽ ടു ICRC പ്ലസ് IBRB പ്ലസ് VBE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ. അപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുത്തു നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ICRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബീറ്റ ഇൻറ്റു IB, RC പ്ലസ് IBRB പ്ലസ് VB ആണ്. ഇവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത് RC RB എല്ലാം തന്നതാണ്. VBE അറിയുന്നതാണ്, സിലിക്കൺ ആയതുകൊണ്ട് ബീറ്റ ഈസ് ആൾസോ ഗിവൺ. സോ IB ഈസ് ഓൺലി ദ പാരാമീറ്റർ. സോ വി യൂസ് ദിസ് ഇക്വേഷൻ. IC ആൻഡ് IB ആർ രണ്ടും അൺനോൺ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒറ്റ ടേംസിലേക്ക് മാറ്റി, IBൻ്റെ ടേംസിലേക്ക് മാറ്റി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. 20 ഈസ് ഈക്വൽ ടു ബീറ്റ 100 ഇൻറ്റു IB വരുന്ന ടേംസൊക്കെ നമുക്ക് ക്ലബ് ചെയ്യാം. IB ഇൻറ്റു ഏതൊക്കെ ടേംസാണ് വരുന്നത്, IBയുടെ ടേംസ് വരുന്നത് ബീറ്റ RC ഉണ്ട്, അതുപോലെ RB ഉണ്ട്, പ്ലസ് VB. സോ 20 മൈനസ് 0.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു IB ഇൻറ്റു 100 RC പ്ലസ് RB എന്ന് വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IBൻ്റെ വാല്യൂ 0.096 മില്ലി ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അത് ഈ ചെറിയ പ്രോബ്ലത്തിൽ പോലും മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. എപ്പോഴും കിലോ ഓം മില്ലി ആംപിയർ എന്നുള്ള റേഞ്ചിൽ വരും. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലത്തിൽ ചെയ്യാൻ. ഓക്കെ, ഇനി IB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് IC കാണാൻ പറ്റും. IC ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് IB ആണ്. സോ 100 ഇൻറ്റു 0.096 മില്ലി ആംപിയർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.6 മില്ലി ആംപിയർ കിട്ടും. ഇനി അടുത്ത ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VCE ആണ്. VCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് VCC മൈനസ് ICRC ആണ്. VCC 20 ആണ്. IC ഇൻറ്റു 9.6 മില്ലി ആംപിയർ ഇൻറ്റു 1K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 10.4 വോൾട്ട്. വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങളോട് പിന്നെ ലോഡ് ലൈൻ വരയ്ക്കാൻ പറയും, ഓപ്പറേറ്റിംഗ് പോയിന്റ് മാർക്ക് ചെയ്യാനൊക്കെ പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ആക്സിൽ ഇവിടെ നമുക്ക് VCEയുടെ ആക്സിസും ഇവിടെ ICയുടെ ആക്സിസും ആയിരുന്നു. ഇതിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്കറിയാം VCEയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി VCC. സോ നമുക്കിവിടെ 20ൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ICയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VCC ഡിവൈഡഡ് ബൈ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സർക്യൂട്ട്. നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതാൻ പറ്റുന്നത് എന്താണ്, RC ഈ ഒരു ഇക്വേഷനിലാണെങ്കിൽ അത് RC മാത്രമാണ്. സോ VCC ഡിവൈഡഡ് ബൈ RC എന്ന് പറയുന്ന വാല്യൂയിൽ
ഇവിടെ ഇതിൻ്റെ മാക്സിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ 10.4 അതുപോലെ 9.6 മില്ലി ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഗ്രാഫിലാണെങ്കിൽ ഇത് ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഗ്രാഫിൽ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.